വസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. നമുക്ക് മനുഷ്യ ജീവിതത്തിൽ പ്രാഥമികമായി ചില ഘടകങ്ങൾ വേണം. ആഹാരം, വസ്ത്രം, വീട്, അങ്ങനെ ചിലത്. ഇതുകൂടാതെ സുഖഭോഗങ്ങൾക്കായും മനുഷ്യൻ സാമഗ്രികൾ സമ്പാദിക്കുന്നുണ്ട്. പൊതുവെ ഇതെല്ലാം സമ്പാദിക്കുമ്പോഴാണ് ഇതെല്ലാം ഞാൻ എൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയെടുക്കുന്നു. എല്ലാവരും സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ചരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നേടിയെടുക്കുന്നു. ഈ ധാരണ തെറ്റാ, തീർത്തും തെറ്റാ. ആഹാരം, വസ്ത്രം തുടങ്ങി നമുക്ക് ആവശ്യമായതെല്ലാം, അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെല്ലാം എത്തിച്ചു തരുന്നത് ദൈവമാണ്. ആ ദൈവം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു നിന്നുകൊണ്ട് അവനെ കർമ്മ സമർത്ഥനാക്കുന്നതും ദൈവമാണ്. ഇത് സാധാരണഗതിയിൽ ആരും ചിന്തിച്ച് അറിയാറില്ല. ഈ പ്രാഥമിക ആവശ്യങ്ങൾ കൂടാതെ സുഖഭോഗങ്ങൾക്കായി എന്തെല്ലാം നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നു. അതിനെല്ലാം വേണ്ട അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നമ്മൾ സദാ സ്മരിക്കണം. ആദ്യത്തേത് ആഹാരം തരുന്നത് ദൈവമാണെന്നാണ് ഗുരുദേവൻ പറയുന്നത്. നമ്മൾ ഇതുവരെ അത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആവശ്യമായ ആഹാരം നമ്മളിവിടെ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത്. ഇവിടെ കൃഷി എന്ന പ്രക്രിയയിലാണ് കർഷകന്റെ പങ്ക് വളരെ നിസ്സാരമാണ്. മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക, വിത്ത് ഒന്ന് ചേറി കൊടുക്കുക, പിന്നെ വേണ്ടപ്പോഴൊക്കെ വെള്ളവും വളവും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കർഷകന്റെ പങ്ക് കൃഷിയിൽ. ഈ ഭൂമിയിൽ ചേറിക്കൊടുക്കുന്ന വിത്ത് കിളിർത്തു വരുന്നു. ആ വിത്തിനെ കിളിർപ്പിക്കാനുള്ള കഴിവ് കർഷകനില്ല, മനുഷ്യനില്ല. അത് ഭൂമിക്കാണ് അതിനുള്ള ശക്തിയുള്ളത്. ഭൂമിയെ സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്നത് ആര് എന്നറിയുമ്പോഴാണ് നമുക്ക് ആഹാരം ആര് തരുന്നു എന്നറിയാൻ കഴിയുന്നത്. ഭൂമിയെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. ഭൂമിയെ കൂടാതെ സൂര്യന്റെ ചൂടും വെളിച്ചവും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നെ വായുവിന്റെ സാന്നിധ്യം വേണം, വെള്ളം വേണം. ഇത് ഓരോന്നും എങ്ങനെ സംഭവിക്കുന്നു? മഴയിൽ നിന്നാണ് നമ്മുടെ വെള്ളം കിട്ടുന്നത്. മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ കിണറുകളും കുളങ്ങളും പുഴകളും എല്ലാം വറ്റി വരണ്ടു പോകും. മഴ പെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഭൗതിക ശാസ്ത്രത്തിന് വളരെ ലളിതമായ ഒരു മറുപടിയാണ്. സമുദ്രത്തിലെ വെള്ളം സൂര്യന്റെ ചൂടുകൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മേഘമായി മഴ പെയ്യുന്നു. പക്ഷേ ഗുരുദേവനെ പോലെയുള്ള സത്യദർശികളുടെ അഭിപ്രായം അങ്ങനെയല്ല. ദൈവം ചില ദേവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂട്ടായി നടത്തുന്ന ഒരു യജ്ഞത്തിന്റെ ഫലമാണ് മഴ എന്നാ പറയുന്നത്. സത്യദർശികളുടെ അഭിപ്രായം അങ്ങനെയാണ്. ദൈവം ചില ദേവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂട്ടായി നടത്തുന്ന ഒരു യജ്ഞം, ആ യജ്ഞത്തിന്റെ ഫലമാണ് മഴ. യജ്ഞം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ, ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറഞ്ഞു. അവനവന്റെ കർമ്മം ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ ദേവതകളെയാ ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്? ആദ്യത്തേത് സമുദ്രം തന്നെയാണ്. സമുദ്രത്തിലെ ജലം നീരാവിയാകണം. അപ്പോൾ അവിടെ സമുദ്രത്തിനുപരി ഒരു വായുമണ്ഡലം, ആ വായുമണ്ഡലത്തിനുപരി ഒരു സൂര്യദേവൻ, പിന്നെ ഇതിനെല്ലാം നിന്ന് തിരിയാൻ ഇടമരുളുന്ന ആകാശം. ഇത്രയുമാണ് ദേവന്മാര്. സമുദ്രം, വായു, സൂര്യൻ, ആകാശം. ഇത്രയും ദേവന്മാര് ദൈവത്തിന്റെ ആജ്ഞയാൽ അനുഷ്ഠിക്കുന്ന ഒരു യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് മഴ പെയ്യുന്നത്. നദികൾ ഉത്ഭവിക്കുന്നത്, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നദികളുടെ ഉത്ഭവം എല്ലാം
സഹ്യപർവ്വത നിരകളിൽ നിന്നാണ് നമ്മൾ സ്കൂളിൽ സയൻസിൽ പഠിക്കുന്നത്. അതും സത്യദർശികളുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. നദികളുടെ ഉത്ഭവസ്ഥാനം സമുദ്രമാണ്. സമുദ്രത്തിലെ ജലം നീരാവിയായി മേഘമായി വർഷിക്കുമ്പോഴാണ് നദികൾക്ക് വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നദികളുടെയും ഉത്ഭവസ്ഥാനം സമുദ്രമാണെന്നാണ് സത്യദർശികൾ പറയുന്നത്. നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ അത് മനസ്സിലാകുക തന്നെ ചെയ്യും. എല്ലാ നദികൾക്കും വെള്ളം കൊടുക്കുന്നത് മഴയാണ്, സമുദ്രമാണ്. എല്ലാ നദികളിലെയും വെള്ളത്തെ ഏറ്റുവാങ്ങുന്നതും സമുദ്രം. മഴ പെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കിണറുകളും കുളങ്ങളും നദികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മഴ ഉണ്ടായാൽ മാത്രമേ നദികളുള്ളൂ. മഴ കഴിഞ്ഞാൽ അടുത്തത് വായുമണ്ഡലമാണ്. വായുമണ്ഡലം എങ്ങനെ ഉണ്ടായി? അതും നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ആ സൃഷ്ടി പ്രക്രിയ വിവരിച്ചപ്പോൾ പറഞ്ഞു. ആകാശം എങ്ങനെ ഉണ്ടായി എന്നവിടെ പറഞ്ഞു. ബോധവസ്തുവിൽ അതിൻ്റെ ശക്തി സൃഷ്ടിക്കായി സ്പന്ദിച്ച് പ്രവഹിക്കുന്നു. സ്പന്ദന പ്രവാഹ രൂപത്തിലാണ് ശക്തി സ്പന്ദിച്ച് പ്രവഹിക്കുന്നത്. ബോധവസ്തു ശബ്ദം എന്ന തന്മാത്രയെ അംഗീകരിക്കുമ്പോഴാണ് ആകാശത്തിന്റെ തോന്നലുളവാകുന്നത്. ആകാശം ഉണ്ടായി കാണപ്പെടുന്നത് ദൈവവസ്തുവിനുള്ളിലാണ്. അപ്പൊ ആകാശത്തെ സൃഷ്ടിക്കുന്നത് ദൈവമാണല്ലോ. ശബ്ദ തന്മാത്രയോടൊപ്പം സ്പർശ തന്മാത്രയെ അംഗീകരിക്കുമ്പോൾ വായു പ്രത്യക്ഷമാകുന്നു. വായുവിന്റെ സൃഷ്ടാവും ദൈവം തന്നെയാണ്. അങ്ങനെ ഓരോ ഭൂതത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ദൈവം തന്നെയാണ്. സൂര്യന്റെ ചൂടും വെളിച്ചവും ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വായുവിന്റെ സാന്നിധ്യവും ഏറ്റവും അത്യാവശ്യമാണ്. ഇതിനെല്ലാം കർമ്മസമർത്ഥമാക്കുന്നത് ദൈവമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത്, ദൈവം അംശം കൊണ്ട് സൂര്യനിൽ കടന്നു നിന്നുകൊണ്ട് സൂര്യനെ പ്രകാശിപ്പിച്ച് പ്രപഞ്ചത്തെ പോഷിപ്പിക്കുന്നു. ദൈവം തന്നെ അംശം കൊണ്ട് ചന്ദ്രനിൽ കടന്നു നിന്നുകൊണ്ട് സസ്യജാലങ്ങളെ പോഷിപ്പിക്കുന്നു. ദൈവം അംശം കൊണ്ട് ഭൂമിയിലും കടന്നു നിന്ന് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ഭൂമിയിലാണ്. അവയെല്ലാം നിലനിൽക്കുന്നതും ഭൂമിയിലാണ്. അവസാനം മറയുമ്പോൾ തിരികെ ലയിക്കുന്നതും ഭൂമിയിലേക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവം. സമുദ്രത്തിലെ ജലം ഉണ്ടായത് മഴ പെയ്തിട്ടല്ല. സമുദ്രമധ്യത്തിലാണ് കട്ടിപിടിച്ച ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പല മടങ്ങ ജലം. അപ്പൊ ഈ സംവിധാനത്തെ എല്ലാം സൃഷ്ടിച്ച് ഇണക്കി നിൽക്കുന്ന ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഇത് ഞാനാണ് ഇത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് എന്ന ഭാവം കളഞ്ഞിട്ട് ഇത് ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ആഹാരം കഴിക്കണം. ഇനി അടുത്ത ഘടകം വസ്ത്രമാണ്. വസ്ത്രം തരുന്നതും ദൈവമാണെന്നാണ് ഗുരുദേവൻ പറയുന്നത്. പഞ്ഞി നൂലാക്കി മാറ്റി വസ്ത്രം നെയ്തെടുക്കുന്നത് മനുഷ്യനാണ്. പക്ഷേ പഞ്ഞി ഉണ്ടാവാൻ പരുത്തിച്ചെടി വേണം. പരുത്തിച്ചെടി ഉണ്ടാവാനോ ഭൂമി വേണം. ഭൂമിയെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. ഭൂമിയുടെ സൃഷ്ടാവും ദൈവമാണെന്നറിഞ്ഞാൽ നമുക്ക് വസ്ത്രം കിട്ടുന്നതും തരുന്നതും ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഗുരുദേവന് അദ്വൈത ദീപിക 3-ാം ശ്ലോകത്തിൽ വസ്ത്രത്തിന്റെ പരമകാരണം അന്വേഷിച്ച് പുറകോട്ട് പോയി ദൈവത്തിൽ എത്തുന്ന വിധം വിവരിച്ചിട്ടുണ്ട്. 3-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, വാസസ്തു തന്തുവിതു പഞ്ഞീരാദിമൂല ഭൂതപ്രഘാതമിതു ഓർക്കുകിൽ ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്തു പോലെ പരമാവധി ബോധമത്രേ. വാസസ്തു തന്തു. വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, തന്തു നൂല്. വസ്ത്രം നൂലാണ്. ഇത് പഞ്ഞി. നൂലെന്താണ്?
നൂല് പഞ്ഞിയാണ്. ഇത് ആദിമൂല ഭൂതപ്രഘാതം. പഞ്ഞിയോ പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ്. വസ്ത്രത്തിന് കാരണം നൂലാണ്, നൂലിന് കാരണം പഞ്ഞിയാണ്, പഞ്ഞിക്ക് കാരണം പഞ്ചഭൂതങ്ങളാണ്. ദൈവവസ്തുവിൽ മരുഭൂമിയിൽ കാനൽ ജലമെന്ന പോലെ പ്രകാശിക്കുന്നതാണ് പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. പഞ്ഞി ഉണ്ടാവാൻ പരുത്തിച്ചെടി വേണം, പരുത്തിച്ചെടി ഉണ്ടാവാൻ ഭൂമി വേണം. ഭൂമിയെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വസ്ത്രം തരുന്നതും യഥാർത്ഥത്തിൽ ദൈവമാണ്. ഇത് ദൈവത്തെ കണ്ടെത്തിയ ഗുരുദേവൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് വീടാണ്. വീട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് വീട് പണിയിക്കുന്നു. ഇതാണ് നമ്മുടെ ധാരണ. ആ ധാരണയും തെറ്റാ. വീട് ഉണ്ടാക്കാൻ ആവശ്യമായ കല്ല്, കട്ട, തടി, സിമന്റ്, കമ്പി ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ. വീട് പണിക്ക് ആവശ്യമായ എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും നമുക്ക് ഇവിടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വീട് നമുക്ക് തരുന്നതും ദൈവം തന്നെയാണ്. വീട്ടിലിരുന്ന് വെയിലും മഴയും ഒന്നും ഏൽക്കാതെ വിശ്രമിക്കുന്ന വേളയിലും ആ വീടിന്റെ ദാതാവായ ദൈവത്തെ സ്മരിക്കണം. അപ്പൊ ഇനി കൂടാതെ നമ്മുടെ സുഖഭോഗ സാമഗ്രികൾ, നമ്മുടെ TV, വാഹനങ്ങൾ, മൊബൈൽ ഫോണ് തുടങ്ങി എല്ലാറ്റിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. ഭൂമി ദൈവത്തിന്റെ വകയല്ലേ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ അന്നവും വസ്ത്രവും വീടും അതുപോലെ തന്നെ സുഖഭോഗ സാമഗ്രികൾക്ക് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങളും എല്ലാം എത്തിച്ചു തരുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം എത്തിച്ചു തരുന്ന ദൈവം, ആ ദൈവം തന്നെ മനുഷ്യനിൽ കടന്നു നിന്നുകൊണ്ട് അവനെ കർമ്മസമർത്ഥനാക്കുന്നതും ദൈവമാണ്. നമുക്ക് ദൈവം തരുന്ന ആ ശക്തിയും ബുദ്ധിയും സാമർഥ്യവും ഒന്നുമില്ലെങ്കിൽ, സമ്പത്തുണ്ടായാൽ പോലും നമുക്ക് കർമ്മം ചെയ്തിരുന്നു ഇതൊക്കെ ഉണ്ടാക്കുവാൻ പറ്റില്ല. ജീവിതത്തിൽ എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ വരദാനമാണ് എന്ന് സ്മരിക്കണം. ആഹാരം കഴിക്കുമ്പോൾ ആ ദൈവത്തെ ഓർക്കണം, വസ്ത്രം ധരിക്കുമ്പോൾ ദൈവത്തെ ഓർക്കണം, വീട്ടിനുള്ളിലിരുന്ന് വിശ്രമിക്കുമ്പോഴും ദൈവത്തെ സ്മരിക്കണം. അപ്പൊ എന്ത് വസ്തു നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് നമുക്ക് തരുന്ന ദൈവത്തെ സ്മരിച്ചുകൊണ്ട് വേണം അതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ. അങ്ങനെയായാൽ നമ്മുടെ ഉള്ളിൽ ദയ, കാരുണ്യം, സമസൃഷ്ടി സ്നേഹം, വിനയം എന്നിവയൊക്കെ ഉണ്ടാകും. ഇവയെല്ലാം ദൈവീ സമ്പത്തുകളാണ്. ദൈവീ സമ്പത്തിന്റെ ഉടമകള് ദൈവത്തിന് അഭിമുഖമായിട്ടാണ് അവരുടെ യാത്ര. ജീവിതയാത്ര മുന്നേറുന്തോറും അവര് ദൈവത്തോട് അടുത്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ ദൈവത്തിലെത്തി ദൈവവുമായി ചേർന്ന് ഒന്നാകും. ഇതിനെയാണ് നിവൃത്തി മാർഗം എന്ന് ഭഗവത്ഗീത പറയുന്നത്. ഇനി മറിച്ച് ഇതൊക്കെ എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയെടുക്കുന്നു എന്നാണ് ഒരാൾ കരുതുന്നതെങ്കിൽ ദൈവീ സമ്പത്തുകൾക്ക് പകരം ആസുരീ സമ്പത്തുകളാണ് ഉദയം ചെയ്യുന്നത്. രാഗദ്വേഷങ്ങളും കാമക്രോധാദി വികാരങ്ങളും ഉള്ളിൽ പെരുകി അഹങ്കരിക്കും. ആ യാത്ര ദൈവത്തിന് പുറംതിരിഞ്ഞുള്ള യാത്രയാണ്. ജീവിതയാത്ര മുന്നേറും തോറും ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകും. പതനമാണ് ഫലം. ഇതിനെയാണ്, ഈ മാർഗത്തെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അപ്പൊ സദാ സമയവും നമ്മളെ ഈശ്വരനെ സ്മരിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയുടെ നിർവചനം തന്നെ
ഭഗവാനെ സദാ സ്മരിക്കുക എന്നുള്ളത്. ദർശനമാലയിലെ 8ാമത്തെ ദർശനം 4ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് ആത്മൈവ ബ്രഹ്മ ഭജതി നാന്യമാത്മാനമാത്മവിത് ഭജതീതി യഥാത്മാനം ഭക്തിരിത്യവഗമ്യതേ. ഭക്തിയുടെ നിർവചനമാണ്. അതായത് ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അവിടെ ആത്മാവിൻ്റെ അർത്ഥം ഞാൻ എന്ന ജീവൻ. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ആത്മാവിനെ അറിയുന്നയാൾ ആത്മാവിനെ മാത്രം ഭജിക്കുന്നു. ആത്മാവിനെ ഭജിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഭക്തി എന്ന ശബ്ദം പറയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നുവോ അതെല്ലാം ഈശ്വരന്റെ വരദാനമാണെന്നറിഞ്ഞ് ആ ഈശ്വരനെ സദാ സ്മരിച്ച് ആ ഭക്തിപൂർവം ജീവിതത്തിൽ മുമ്പോട്ട് പോകണം എന്നാണ് ഗുരുദേവൻ ഈ 3ാം ശ്ലോകത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. 3ാമത്തെ ശ്ലോകത്തില് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയൊന്നുമില്ല. അവിടെ ആകെ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ ആഹാരവും വസ്ത്രവും തുടങ്ങി മറ്റെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ആ ഈശ്വരനാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ തമ്പുരാൻ. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രക്ഷിതാവെന്ന. അല്ലയോ ദൈവമേ, ആ ശ്ലോകത്തിന്റെ അർത്ഥമാണ്, അല്ലയോ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം വസ്ത്രം തുടങ്ങി എല്ലാം തന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്ന അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ, ഞങ്ങളുടെ രക്ഷിതാവ്. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറയാനുള്ളത്.